എല്ലാവർക്കും നമസ്കാരം. ഞാൻ സജീഷ് ഗോവിന്ദൻ. നല്ലൊരു വായനക്കാരനാണ് ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പുസ്തകങ്ങളുടെ ഒരു കളക്ഷൻ എൻ്റെ വീട്ടിലുണ്ട്. ഒരു കൊച്ചി ലൈബ്രറി തന്നെയുണ്ട്. അതിലേക്ക് പുതിയൊരു പുസ്തകം കൂടി വരികയാണ്. മിഴിനീർ പൂവുകൾ. ശ്രീമതി രജനി മാധവിക്കുട്ടിയുടേതാണ് ഈ ഒരു കവിതാ സമാഹാരം. രജനി മാധവിക്കുട്ടിയെ പറ്റി ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് പൊതുഭരണ വകുപ്പിൽ അണ്ടർ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഒരുപാട് അവാർഡുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട് ഈ എഴുത്തുകാരി. YMCA മെറിറ്റോറിയസ് അവാർഡ്, JC ഡാനിയൽ നന്മ അവാർഡ്, നവോത്ഥാന ശ്രേഷ്ഠ പുരസ്കാരം, കാവ്യ കൗമുദി സാഹിത്യ അവാർഡ്, മഹാകവി P. താമരത്തോണി അവാർഡ് തുടങ്ങിയവയൊക്കെ ലഭിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തെ ഞാൻ തിരുവനന്തപുരത്ത് വെച്ചാണ് പരിചയപ്പെട്ട സമയത്ത് എനിക്ക് അറിയാൻ കഴിഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നാളുകളായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ ഇദ്ദേഹം എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു കവിതാ സമാഹാരം എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നു. അദ്ദേഹത്തിന്റെ കയ്യൊപ്പോട് കൂടിയിട്ടാണ് തന്നിരിക്കുന്നത്. ഇതിൽ പ്രത്യേകമായിട്ട് എഴുതിയിട്ടുണ്ട്, പ്രിയപ്പെട്ട സജീഷ് ഗോവിന്ദന് ഡ്രൈവിംഗ് എന്ന കല ഏറെ ജനകീയമാക്കിയതിന് സ്നേഹപൂർവ്വം എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. എന്തായാലും ഒരുപാട് സന്തോഷം തോന്നിയ ഒരു നിമിഷമായിരുന്നു അത്. ഇതിലെ കവിതകൾ ഏറെക്കുറെ ഞാൻ വായിച്ചു. ഹൃദയസ്പർശിയായ എഴുത്തുകളാണ്. അപ്പോൾ ഞാൻ പണ്ട് സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ചെറുതായിട്ട് കവിതകളൊക്കെ എഴുതുമായിരുന്നു. കവിത ചൊല്ലലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറേ നാളുകളായിട്ട് പ്രാക്ടീസ് ഒന്നുമില്ല. എന്നാലും ഇതിലെ ഒരു കവിത ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ചൊല്ലുകയാണ്. നവോത്ഥാനം മനസ്സിൽ നിന്ന് മണ്ണിലേക്ക്. കാൽച്ചിലമ്പൂരുന്ന കണ്ണകിയല്ല ഞാൻ, കൈതോലമെടയുന്ന നങ്ങേലിയല്ല ഞാൻ, കൽപ്പന തേടുന്ന നിഴൽ രൂപമല്ല ഞാൻ, കനലൂതിയുണരുന്ന ശില്പവുമല്ല ഞാൻ. കാലത്തിൻ കർമ്മയോഗ സ്ഥലികളിൽ കനിവിന്റെ കാവലായി നിലനിന്നു പോരുമൊരലകടലാണു ഞാൻ. ഇന്നത്തെ നാടിന്റെ പെണ്ണാണു ഞാൻ, ആചാരമറിയുന്ന അനുഷ്ഠാനമറിയുന്ന അറിവിന്റെ തിരിനാളമാണു ഞാൻ. അലങ്കാരമില്ലാതെ അനുതാപമില്ലാതെ ഗതിമാറിയൊഴുകുന്ന പുഴ പോലെ വന്നാൽ തച്ചുടച്ചിടുമീ ആവർത്തനങ്ങളെ ആരോരുമറിയാത്തൊരുൾക്കരുത്താൻ. അണയാത്ത നാളമായി ആകാശ പെരുമയായി നിയമങ്ങൾ അറിയുന്ന നിയതിയെ അറിയുന്ന നീതിബോധത്തിന്റെ നീഹാരമാണ് ഞാൻ. ശക്തി ദുർഗങ്ങളിൽ വർണ്ണചിത്രങ്ങളിൽ അശ്വമേധത്തിന്റെ മണിമുഴങ്ങിടുകിൽ തട്ടിത്തകർക്കുമീ അപസ്വരങ്ങളെ അമനിതൻ ആത്മചൈതന്യമായി അത്രമേലെത്തുന്ന അദ്വൈത കാന്തിയായി. ഒരിക്കൽ കൂടി ശ്രീമതി രജനി മാധവിക്കുട്ടിക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. വായന ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ ഇഷ്ടമുള്ളവർ നീർമിഴി പൂവുകൾ എന്ന ഈ ഒരു പുസ്തകം വാങ്ങി വായിക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഈ വീഡിയോക്ക് താഴെ കമന്റായി രേഖപ്പെടുത്തുക. താങ്ക്